ഞാൻ പൂവാട്ടുപറമ്പാണ്, തോട്ടുമുക്ക്. പിന്നെന്താണ്, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ട്. മൂത്ത മോൾ ഇവിടെ പഠിക്കുന്നുണ്ട്, 3-ാം ക്ലാസ്സിൽ. 2 കുട്ടികൾ. ചെറിയ കുട്ടി പിന്നെ UKG. വേറെ ഇപ്പോൾ വർക്ക് ചെയ്യണത് ഗുരുവായൂർ KTDCയിൽ ഇലക്ട്രീഷ്യനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പേര് ദിവ്യാംഗ. എല്ലാവർക്കും അറിയാം, ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ 2 മക്കളാണ്. നിവേദ്യ 10 പഠിക്കുന്നത്, നിക്മ 7-ാം ക്ലാസ്സിലേക്ക്. പിന്നെ ഇപ്പം പറയാനുള്ള എന്താ, ഹസ്ബൻഡ് പിന്നെ സാധാ പണിക്കാരനാണ്, കോൺട്രാക്ട് വർക്ക്. ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ. പിന്നെ ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടായി ചെയ്ത് കൊടുക്കും. പിന്നെ CRCയിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിന്, നമ്മളെ ചേവായൂർ. പിന്നെ ഇപ്പം പറയണ്ട, എല്ലാവരും കടയിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പ്രണയം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറയുക, അതിനെ പറ്റിയിട്ട് 7-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടായിന് പെരുവേൽ സ്കൂളിൽ നിന്ന്. പക്ഷേ പിന്നെ ആ ഒരാൾ ഇന്നിവിടെ വന്നിട്ടുമില്ല. ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് സംസാരിച്ച് പേഴ്സണലായിട്ടല്ല, ഗ്രൂപ്പിൽ തന്നെ. പിന്നെ ഓന് കുറച്ച് തിരക്കുള്ള ആളാണ്, പറയാൻ മടിയൊന്നുമില്ല, ആരാന്ന് ഞാൻ പറയില്ല. പിന്നെ പ്രേമം എന്നൊക്കെ പറയുമ്പോൾ ഓരോ വർഷം ഓരോ പ്രേമല്ലേ. കുറ്റിക്കാട് സ്കൂളിൽ നിന്ന് വേറെ ആയിരുന്നു, അത് കഴിഞ്ഞപ്പോൾ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് പ്രേമിച്ച ആളെയൊന്നും കിട്ടിയില്ല, വേറെ ആളെയാ കല്യാണം കഴിച്ച്. ഇപ്പം ആരുമില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഹർഷ, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ നെടുന്തൂണായിട്ടുള്ള തുടങ്ങിയിട്ടുള്ള ഹർഷ, അവളെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതും പഴയ കാര്യങ്ങളും പറയുന്നതാണ്. ഞാൻ അരീക്കോടൊക്കെയാണ് കല്യാണം കഴിച്ചത്. 2 കുട്ടികളാണ്. മോള് 10-ാം ക്ലാസ്സിൽ, മോൻ 7-ാം ക്ലാസ്സിൽ. ഹസ്ബൻഡ് ഡ്രൈവർ. ഞാൻ വിഗിത, യൂണിവേഴ്സിറ്റിക്കാണ് കല്യാണം കഴിച്ചത്. ഹസ്ബൻഡ് ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഞാൻ ചേളാരി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2 മക്കൾ, പെൺകുട്ടികൾ. മോൾ 8ലേക്ക്, ചെറുത് 4ത്തിലേക്ക്. ഹലോ, ഞാൻ നിഷ. എൻ്റെ കല്യാണം കഴിച്ചത് വയനാട്ടിലോട്ടാണ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആൾ മോന്, 2ാമത് മോള്. അത്രയേ ഉള്ളൂ. മോന് 9ലോട്ട്, മോള് 4ലോട്ട്. ഇപ്പോൾ ഇതിനായിട്ട് വന്നതാ വയനാട്ടിൽ നിന്ന്. അത്ര. ഞാൻ രമ്യ. എന്നെ കൊണ്ടുപോയത് ഹസ്ബൻഡ് ഇവിടെയാണ്, ആനക്കുഴിക്കര. പിന്നെ ഹസ്ബൻഡ് KCBയിലാണ്, ഞാൻ കോടതിയിൽ വർക്ക് ചെയ്യുന്നു. 3 കുട്ടികൾ, 2 ആൾ 7-ാം ക്ലാസ്സിലേക്ക്, ചെറിയ ആൾ 3-ാം ക്ലാസ്സിലേക്ക്. എൻ്റെ പേര് വിജീഷ്. അപ്പം എന്താ പറയുക, സ്വാഗത പ്രസംഗം ഇവിടെ നടത്തി. ആദ്യമായിട്ടാണ് ഞാനൊരു മൈക്കിന് മുന്നിൽ കയറി സ്റ്റേജിന് മുകളിൽ സംസാരിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് നിന്ന് സ്വാഗത പ്രസംഗം പറ്റൂലെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ് ഓക്കെ നോക്കാമെന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ സ്കൂളിലാകുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു പോയത്. അപ്പോൾ ഈ ഒരു സ്വാഗത പ്രസംഗം ഇവിടുന്ന് തന്നെ പഠിച്ചു പോകാമെന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റെടുത്തതാണ്. പിന്നെ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ പേര് വിജീഷാണ്. ഞാൻ കല്യാണം കഴിച്ച് തെങ്ങിലക്കടവ് നിന്നാണ്. പിന്നെ മക്കളായിട്ടില്ല, ഞങ്ങളിപ്പോഴും ഹണിമൂൺ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു സർജിക്കലിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഓഫീസ് എറണാകുളത്താണ്, പക്ഷേ എൻ്റെ ഫീൽഡ് വർക്കാണ് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ല കവർ ചെയ്യുന്ന ജോലിയാണ്. ഇത്രയും തന്നെയുള്ളൂ. ഇത്രയേ ഉള്ളൂ പറയാനുള്ളൂ. പഴയകാല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇപ്പം ഇന്ന് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഓരോ സ്കെയിൽ കൊണ്ടുള്ള അടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ മറക്കാത്ത ഏറ്റവും നല്ലൊരു അനുഭവം, 6-ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് നമ്മളെ കഞ്ഞി, നല്ല ചൂടുള്ള കഞ്ഞിൻ്റെ പുറത്തുകൂടെ വീണിട്ട് തോല് പോയ ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നിവിടെ വന്ന സമയത്തിൻ്റെ അടുത്ത് നീതു പോയി നീതുവിൻ്റെ അടുത്ത് ചോദിച്ചു എനിക്ക് ഓർമ്മ ഉണ്ടോയെന്ന്. എനിക്ക് അന്ന് പോലെ ഓർമ്മയുള്ള കാര്യം, മറക്കാത്തൊരു കാര്യമാണ്. ആ ഒരു അനുഭവം നല്ലൊരു അനുഭവമായിരുന്നു. നല്ല ഉച്ചയ്ക്ക് നട്ടുച്ച സമയത്ത് നല്ല ചൂടുള്ള കഞ്ഞി കഴുത്തക്കൂടെ കൊണ്ട് ഒഴിച്ചു പോയത്. ആരോ വാങ്ങിപ്പോകുന്ന സമയത്ത് തട്ടി തലക്കൂടെ ഒഴിഞ്ഞ്. എന്ത്, ഞാൻ ചൂടുള്ള കഞ്ഞി കുറച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ഷിബിനെ തലക്കൂടെ പാർന്നെടുക്കാം. എൻ്റെ പേര് അനൂപ്. ഞാനിപ്പോൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ 13 കൊല്ലം BSNL കോൺട്രാക്ട് വർക്കായിട്ട് ജോലി ചെയ്ത്
അന്ന് മൂന്നും തെറ്റി പോകേണ്ട അവസ്ഥ ഉണ്ടായത്. ഇപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ട് ഡ്രൈവറാണ്. പിന്നെ കല്യാണം കഴിച്ചത് നല്ലിടത്തു നിന്നാണ്. വൈഫ് വീട്ടിൽ ജോലിയാണ്, വേറെ പണികളൊന്നുമില്ല. പിന്നെ 2 മക്കളുണ്ട്. ഒരാൾ 1ാം ക്ലാസ്സിലേക്കും ഒരാൾ LKG ഇപ്പോൾ ചേർന്നതാണ്. പഴയ കഥകളൊക്കെ പറയാൻ കുറേ ഉണ്ട്, ഒരു കഥ തന്നെ പറയാനുണ്ടാവും, പക്ഷെ അത് പറയാൻ നിൽക്കുന്നില്ല. എൻ്റെ പേര് റീമ. എന്നെ കല്യാണം കഴിച്ച കുന്നമംഗലത്തേക്കാണ്. പിന്നെ ഹസ്ബൻഡിന് ഷോപ്പാണ്. 2 മക്കൾ, മോൾ 7, മോൻ 4. എൻ്റെ പേര് ഷിബിന. ഞാനൊരു ടീച്ചറാണ്. ഹസ്ബൻഡ് പോലീസിലാണ്. എനിക്ക് 2 മക്കൾ, ട്വിൻസാണ്. 10th പഠിക്കുന്നത്. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും പറയാനില്ല. ഞാൻ നീതു. സ്വന്തം വീട് പരിയങ്ങാടാണ്. കല്യാണം കഴിച്ചത് കുറ്റിയാടിക്ക്. ഹസ്ബൻഡ് 2 കുട്ടികൾ. മൂത്ത മോൻ 7ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ 1ാം ക്ലാസ്സിൽ. വേറെ പ്രത്യേകിച്ച് ഞാൻ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ. എൻ്റെ പേര് പറയണോ? എല്ലാവർക്കും അറിയില്ലേ? എന്നാലും പറയാം. എൻ്റെ പേര് നുസൈബ. ഞാൻ എന്താ പറയുക, എൻ്റെ ഇപ്പോൾ കല്യാണം കഴിച്ചത് കൽപ്പള്ളി ആയംകുളത്തേക്കാണ്. ഹസ്ബൻഡ് നാട്ടിലില്ല, ഒമാനിൽ വർക്ക് ചെയ്യാണ്. 2 കുട്ടികളുണ്ട്. ഒരാൾ +2ലേക്കും ഒരാൾ 8ാം ക്ലാസ്സിലേക്കും. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഡിഗ്രികൾക്ക് നോക്കിയില്ല, പിന്നെ കുട്ടികളായി. പിന്നെ കുടുംബശ്രീ കൂടെയാണ് ഇങ്ങനെ പൊതുരംഗത്തേക്കൊക്കെ ഇറങ്ങിയത്. കുടുംബശ്രീ കൂടെ ഇപ്പോൾ ഞാൻ ADS ആയി, CDS മെമ്പറായി വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു ചാൻസ് കിട്ടിയത് കുടുംബശ്രീ കൂടെയാണ്. അത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തായിട്ട് പ്രിൻസി അനുഭവങ്ങളും ഇപ്പോഴത്തെ കാര്യം പങ്കുവയ്ക്കും. എൻ്റെ പേര് പ്രിൻസി. ഞാൻ പെരിയങ്ങാടാണ് വീട്. എൻ്റെ ഹസ്ബൻഡ് സിമൻറ്റ് കട നടത്തുകയാണ്, പെരിയങ്ങാട് തന്നെ. പിന്നെ 2 ആൺകുട്ടികളാണ്. വലിയത് +2ലേക്ക്, ഇനി ചെറിയ ആൾ UKG. പിന്നെ അനുഭവങ്ങൾ ഈ മൈക്ക് കൊണ്ട് എന്താ പറയേണ്ടത് എനിക്ക് സത്യയ്ക്ക് അറിയില്ല. കാരണം വെച്ചാൽ ഈ ഫീൽഡ് ആണെങ്കിലും എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് മൈക്ക് കൈകാര്യം. എൻ്റെ പേര് രാജേഷ്. വർക്ക് ചെയ്യുന്ന ഈ ഫീൽഡ് ടൗണിലൊരു പോട്ടർ പണിയാണ്. കല്യാണം കഴിച്ച് കൊല്ലത്തു നിന്നാണ്. നമ്മുടെ ജില്ല കൊല്ലാട്ടോ, കോഴിക്കോട് ജില്ലയല്ല, ജില്ല കോഴിക്കോട്. ഒരു മോനുണ്ട്, 2 വയസ്സ് 3 മാസമായിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് 7ാം ക്ലാസ്സിട്ടൊന്നും പറയാനില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവം, വേറെ ഒന്നുമില്ല. എൻ്റെ പേര് ഹാജറ സംസന്നാണ്. പിന്നെ മാവൂരേക്കാണ് കല്യാണം കഴിച്ചത്. ഒരു മോനുണ്ട്. ഹസ്ബൻഡ് സൗദിയിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡിൻ്റെ പേര് ഫൈസൽ എന്നാണ്. എൻ്റെ വീട് പള്ളിത്താഴത്താണ്. പിന്നെ ഇപ്പം എന്താ, പിന്നെ അതേപോലെ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് നല്ല അടി കിട്ടി. പക്ഷേ ടീച്ചേഴ്സിൻ്റെ അടിയാണ് എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല എന്താ പറയുക, ഒന്നുകൂടെ നന്നാവാനുള്ളത് ടീച്ചേഴ്സിൻ്റെ അടി കൊണ്ട് തന്നെയാണ്. അത് നേരത്തെ സ്റ്റേജിൽ പറയാൻ മറന്നുപോയി. വളരെ നല്ല നന്നായിട്ടുണ്ട്. നമ്മൾ രാവിലെ കഴിച്ച ഉദ്ഘാടനത്തിന് ഉപയോഗിച്ച കേക്ക് ഉണ്ടാക്കി തന്നത് ജസ്നയാണ്. അവർക്കൊരു പ്രത്യേക കയ്യടി. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിലും ജസ്നയ്ക്ക് കൊടുക്കണം. കാരണം നമ്മൾ ഈ വേണ്ട 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 ഓക്കെ, എന്നാലും വരിക, കാര്യങ്ങൾ സംസാരിക്കുക. എൻ്റെ പേര് ജസ്ന. എന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി തന്നതല്ലേ. എൻ്റെ വീട് പെരുവേൽ സ്കൂൾ പഠിക്കുമ്പോൾ പള്ളിത്താഴത്തേനി, ഇപ്പം അമ്പലമുക്കിലാണ്. പിന്നെ എന്നെ കെട്ടിച്ച് വിട്ടത് തിരുവമ്പാടിക്കാണ്. എനിക്ക് 3 കുട്ടികളാണുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിൽ വർക്ക് ചെയ്യാണ്. പിന്നെന്താ അനുഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ഷക്കീറിന് എന്നെ പറ്റി കുറച്ച് എന്തോ പറയാണ്ട് പറഞ്ഞു. ഞാൻ അതിനോട് ഷക്കീറിനെ കൊടുക്ക ഫോണ്. അമ്പലമുക്കിലല്ല, പിന്നെ ടെർഫിൻ്റെ അടുത്തുള്ള റോഡ് കൂടെ കുറച്ചുകൂടി പോയാൽ മതി. അവിടെ പോയാൽ എന്നെ കാണൂല. എന്നെ കാണാൻ തിരുവമ്പാടി വരണോ. അടുത്തായിട്ട് സുമയ്യ വരിക. അനുഭവങ്ങളും പാളിച്ചകളും ഒക്കെ പങ്കുവയ്ക്കുക.
എൻ്റെ പേര് സുമയ്യ. മാവൂര് പാറമ്മലാണ് വീട്. എന്താ പറയുന്നത്, കല്യാണം കഴിച്ചത് കുറ്റിക്കടവാണ്. ഹസ്ബൻഡ് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോന് എൻ്റെ കൂടെ വന്നാണ്. ഇപ്പം നിലവിൽ മാവൂർ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, LDC ആയിട്ട്. അത്രേ ഉള്ളൂ. എൻ്റെ പേര് വിദ്യ. എൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്താണ്. പിന്നെന്താ, ഹസ്ബൻഡിൻ്റെ വീട് കോവൂര്. 2 മക്കളുണ്ട്. ഒരാൾ 5ാം ക്ലാസ്സിൽ, പിന്നെ 2 വയസ്സായ ഒരു മോനാണ്. പിന്നെ അനുഭവങ്ങളൊന്നുമില്ല. ഇവിടെ അടുത്തുനിന്ന് ഇങ്ങനെ സ്കൂളിലേക്ക് ഓടി വരിക നല്ല അനുഭവമായിരുന്നു. പിന്നെ ഒന്ന് ഇവിടെ വരാൻ പറ്റിയത് നല്ലൊരു ഇത് ആയി തോന്നുന്നു. എൻ്റെ പേര് ഹസ്നത്ത്. ഞാൻ മാവൂരിൽ നിന്നാണ് വരുന്നത്. കല്യാണിച്ച മാവൂർക്ക് തന്നെയാണ്. പ്രിൻസിപ്പൽ പറഞ്ഞത് ഇന്ന ഉദ്ദേശിച്ചാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എൻ്റെ മോനെ കൈ നിർത്തിയിട്ട് ഓനെ കൈ അണിച്ചിട്ട് നിർത്താതെ പോയിട്ട് ഞാൻ ഓളെ വിളിച്ചിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഓർമ്മയായിട്ടാണ് പ്രിൻസിപ്പൽ പറഞ്ഞതെന്ന് എനിക്ക് ഉറപ്പാണ്. മക്കൾ 3 ആൾ. മോന് +1 ആണ്. പിന്നെ 2 ആൾ താഴെയുള്ളവർ, ഒന്ന് 6ാം ക്ലാസ്, ഒന്ന് 1ാം ക്ലാസ്. ഹസ്ബൻഡ് KSBയിലാണ്, സബ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം. ഞാനിപ്പോഴാണ് വന്നത്. എനിക്ക് കുറേ മുഖങ്ങളൊന്നും ഓർമ്മ ഇല്ലാത്തതാണ്. എന്നാലും എന്താ ഇപ്പോൾ പറയുക, ഹസ്ബൻഡ് പോവുകയാണ് നാളെ. അപ്പോൾ ഓരോ ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓഫീസിൽ പോവാ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഇതിൽ കൂടെ പറയില്ല. എൻ്റെ വീട് കായലത്താണ്. ഏകദേശം ഞങ്ങളെല്ലാവരും, രഞ്ജിത്ത്, ഞങ്ങളെല്ലാവരും ഒരേ നാട്ടുകാരാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട് മാവൂർ കുതിരാടത്താണ്. ഹസ്ബൻഡ് ഡ്രൈവറാണ്. നാട്ടിലും ഡ്രൈവറാണ്, ഗൾഫിലും ഡ്രൈവറാണ്. മക്കൾ 3 പേരാണ്. 3 പേരും പുറത്തുണ്ട്. പേര് നൗഷത്താണ്. എനിക്ക് 2 മക്കളാണ്. ഹസ്ബൻഡ് നാട്ടിൽ സ്റ്റോൺ വർക്കാണ്. മോന് 10ാം ക്ലാസ്സിലാണ്. ചെറുത് 3 വയസ്സ് എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കല്യാണം കഴിച്ചത് കോട്ടൂടിയിലേക്കാണ്. പിന്നെ എനിക്ക് 2 മക്കൾ. മൂത്ത ആൾ 5th, ചെറിയ ആൾ 2 വയസ്സ്. പിന്നെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ സീനിയർ ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. എൻ്റെ പേര് രാധിക എന്നാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്. 2 മക്കളാണ്. മോൻ 10ാം ക്ലാസ്സിലും മോള് 2ാം ക്ലാസ്സിലും. കൽപ്പള്ളിയാണ് വീട്. എൻ്റെ പേര് ജിജി. എൻ്റെ ഭർത്താവ് നല്ലൊരു കൽപ്പണിക്കാരനാണ്. 2 മക്കൾ +2നും +1നും പഠിക്കുന്നു. ഇനി എന്തോ പറയാണ്ടോ, അത്രയൊക്കെ തന്നെയുള്ളൂ. ബാക്കി എല്ലാവരും ഭർത്താക്കന്മാരും നല്ല പണിക്കാരാണ്. എൻ്റെ പേര് സുദീന. എൻ്റെ വീട് പരിയങ്ങാടാണ്. കല്യാണം കഴിച്ചത് കൽപ്പള്ളിക്ക്. എനിക്ക് 2 മക്കളുണ്ട്. ഹസ്ബൻഡിന് ആശാരിപ്പണിയാണ്. ഇപ്പോൾ അവിടെ സ്ഥലത്തില്ല. പിന്നെ മക്കൾ 8ാം ക്ലാസ്സിൽ, മോള് 8ാം ക്ലാസ്സിലും, മോൻ 1ാം ക്ലാസ്സിലും. അത്രയേ ഉള്ളൂ. ഹലോ, എൻ്റെ പേര് സന്ദീപ്. ഞാൻ 7ാം C-ലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ മാവൂരാണ് വീട്, പൈപ്പ് ലൈൻ. മാവൂർ ഭാഗത്തുനിന്ന് ഞാനും ഹർഷും പിന്നെ അഭിമന്യു, അങ്ങനെ 2-3 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഞാൻ മാവൂരിൽ നിന്ന് ഫോട്ടോഗ്രാഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഏൽപ്പിച്ചാണ് ഇവിടെ എടുക്കാൻ, എനിക്കൊന്ന് ഫ്രീ ആയി നിൽക്കാൻ വേണ്ടിയിട്ട്. കല്യാണം പിന്നെ കഴിച്ചില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെയും പറയാം, റെഡിയാക്കാം നമുക്ക്. ശരി. എൻ്റെ പേര് എന്താ ആർക്കും അറിയില്ലല്ലേ? അപ്പോൾ ഗ്രൂപ്പിൽ ആരും എന്നെ നോക്കില്ലല്ലേ? ആരും നോക്കിയത് ഞാനാണ് വിനീത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ച കുറച്ചൊരു ചെറ്റിക്കളി കൂടിയാണ്. ആ ചിറ്റിക്കളി വീട്ടിലെത്തിന്. അപ്പോൾ അവൾ വേറെ സ്ഥലത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അവളാണ് ചാത്തങ്കണം പഞ്ചായത്തിലാണ്. ഓക്കെ, അതിനൊന്നുമില്ല. പിന്നെന്താ പറയാനുള്ളത്? നിങ്ങളൊക്കെ എന്താ പറഞ്ഞിനി? ചെക്കണ്ട് ഒരു ചെക്കണ്ട് ഇപ്പോൾ അടുത്ത് ഇപ്പോൾ ഒരു 5-8 മാസം കൊണ്ട് കഴിയും. വരും. ഓക്കെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ പേര് ബിനോയ് അയാൾ വിളിച്ചല്ലോ. അതുപോലെ തന്നെ ഞാനും ഒരു ഹൗസ്മാനാണ്. ഇപ്പോൾ പുറത്തായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഫ്രീ ആയിട്ട് ഇതിലെ ഹൗസ്മാനായി നടക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കല്യാണം കഴിച്ചു, മക്കളൊന്നും ആയില്ല. ഇങ്ങനെ ജീവിച്ചു പോണ്. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ആയിക്കോട്ടെ, ഒരു ഓർമ്മയായി. ഹലോ, എൻ്റെ പേര് പ്രബീഷ് KP. ഞാൻ 7C തങ്കമണിച്ചർ ക്ലാസ്സിലാണ് പഠിച്ചത്. ഞാൻ പുറത്തായിരുന്നു ഒരു 10-15 കൊല്ലം. ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യാണ്. ഇനി 10ാം തീയതി ഇപ്പോൾ തിരിച്ചു പോകേണ്ടതാണ്.
എൻ്റെ കല്യാണം കഴിഞ്ഞ് ചെമ്മലത്തൂർ കുറ്റിക്കാട്ടൂരിന്ന് ഇപ്പോൾ 2 മക്കളാണ്. ഒരു മോൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിൽ, ഒരു മോൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിൽ. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജുനൈസ് എന്നാണ്. കാലത്തല്ല, പരിയങ്ങാടാണ് ഇപ്പോൾ വീടുണ്ടാക്കിയത്. എൻ്റെ തറവാട് പൂവാട്ടുപറമ്പാണ്. വൈഫ് ഒരു ഫാർമസിസ്റ്റാണ്. പിന്നെ അതിലുപരി ഒരു ഹോം ബേക്കിങ്ങുമാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ബേക്കിംഗ് ആണ് അതിൻ്റെ കോഴ്സ് എടുത്തിട്ട് ചെയ്യാണ്. 2 മക്കളാണ്, മോന് ഒരു മോള്. മോനൊരു 10 വയസ്സ്, മോൾക്ക് 5 വയസ്സ്. അത്ര തന്നെ ഉള്ളൂ. എൻ്റെ പേര് ബിനുരാജ് എന്നാണ്. എനിക്ക് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാ മെസ്സേജൊക്കെ റീഡ് ചെയ്യലുണ്ട്. എന്നും ഇങ്ങനെ കയറണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു സമയം ദിവ്യനെ പോലത്തെ കുറച്ച് ആളുകൾ തരൂല. കാരണം ഒരു 500 മെസ്സേജ് ഉണ്ടാകുമ്പോൾ നോക്കുമ്പോഴേക്ക്. അപ്പോൾ ഇപ്പം പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഭാര്യ, ഒരു കുട്ടി. ഞാനത് ഉറപ്പിച്ച് പറഞ്ഞു, ഒരു ഭാര്യ ഒരു കുട്ടി. നിങ്ങൾ പറഞ്ഞില്ല, അത്ര മാറ്റമേ ഉള്ളൂ. സുജിത്ത് എന്നാണ്. ഞാൻ എക്സൈസിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു മോൻ, ഒരു ഭാര്യ. ആ മോൻ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പിൻവലിച്ച്, ഞാനാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ അച്ഛനെ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീൻ്റെ ഏക അച്ഛൻ ഞാനാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരോ 9ാം ക്ലാസ് പറഞ്ഞു. അത് ആ പെൺകുട്ടികളല്ലേ, ആൺകുട്ടികളത് വെച്ച് ആരോ ഒരാൾ 9ാം ക്ലാസ് പറഞ്ഞില്ലല്ലേ? എടാ സക്കീർ എന്ന് പറഞ്ഞ 84 82 ജനിച്ചതാ. ഇത് ഞങ്ങളുടെ ചെറുപ്പക്കാരെ പറയുന്നത്. ഈ വയസ്സന്മാരുടെ കാര്യം പറയുന്നത് അല്ലേ? ഇവരൊക്കെ എന്താ പറയുക, ഇവരെ വയസ്സന്മാരുടെ കാര്യം നമ്മൾ പറയണ്ട, ചെറുപ്പക്കാരുടെ കാര്യത്തിൽ നമ്മൾ അല്ലേ? പിന്നെ വേറെ എന്താ വിശേഷം? എടാ വിനീത് പറഞ്ഞോ, ഒരു ഭാര്യ ഒരു കുട്ടിയുള്ളൂ. ഇനി പരിചയപ്പെടുത്താൻ വേറെ ആരല്ലേ ഈ ഗ്രൂപ്പിലെ? തുടങ്ങിയ മുതൽ ഭയങ്കര ആക്റ്റീവ്, പിന്നെ ഒന്നും മിണ്ടാത്ത ഒരാളുണ്ട്. അറിയോ ആരാന്ന്? ക്ലൂ തരാം, വലിപ്പം കുറവാ. മഞ്ഞോടിന്നാ വരുന്നത്. ആദ്യം ഭയങ്കര വീരവാദങ്ങളൊക്കെ ഓനെ പരിചയപ്പെടുത്താൻ വിളിച്ചോ? വാ. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു. രണ്ടാമത് ഞാൻ എന്തിനും എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു? അതിന്റെ കാരണം പറഞ്ഞിട്ട് പോട്ടെ. ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് വന്നാ എന്താ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സന്ദീപ് എന്നാണ്. 25 വർഷത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് കാണുന്നത്. ഒരുപാട് മാറ്റമുണ്ട്. എല്ലാവരും എന്നോടും ചോദിക്കുന്നുണ്ട്, ഞാൻ പലരോടും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മാറ്റം മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരാൻ കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാലും ഒരു വലിയൊരു സന്തോഷമായിട്ട് സ്വീകരിക്കുകയാണ്. ഇനി ഇതുപോലൊരു ഒത്തുചേരൽ ഇനിയും കൂടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് KSRTCയിലാണ്. ഞാൻ എടപ്പാളിലാണ്. അപ്പോൾ ഇന്ന് 2 ദിവസം ലീവിന് വേണ്ടിയിട്ട് വന്നതാണ്. അടുത്ത ജ്യോതിർലാൽ. എൻ്റെ പേര് ജ്യോതിർലാലാണ്. ഞാനൊരു കോൺട്രാക്ടറാണ്, സിംഗിളാണ്. വീട്ടിൽ ഞാനും അനിയനേ ഉള്ളൂ. ആരെങ്കിലും വീടിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക, പെണ്ണുണ്ടെങ്കിൽ പറയുക, ഇത്ര പറയാനുള്ളൂ. എൻ്റെ പേര് ഷിജു, കായത്താണ് വീട്. എൻ്റെ വൈഫ് PVSലാണ്, നെയ്സാണ്. 2 മക്കളുണ്ട്. ഒരു മോൻ 3ാം ക്ലാസ്സിലും ഒരു മോൾ 1ാം ക്ലാസ്സിലും. പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എന്നെ കണ്ട് അറിയാൻ ചെയ്യൂ. പ്രത്യേകിച്ച് ഞാനൊരു ചിഹ്നം കാണിച്ചെങ്കിൽ എല്ലാവർക്കും എന്നെ അറിയാൻ പറ്റും. എൻ്റെ കൈ കണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത്ര പറയുള്ളൂ. ഞാൻ നിതാബുന്നി, മിൽമയിൽ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് കോപ്പറേറ്റീവ് ബാങ്കിലാണ്. പിന്നെ ഒരു 6th പഠിക്കുന്ന മോളും ഉണ്ട്. ആ പേരെഴുതിയത് മുഴുവൻ ഞാൻ ഇപ്പം മായ്ച്ചു കളയാണ്. വേറെ ആരോ ഒന്നും കൂടി പറഞ്ഞു ഞാൻ പേരെഴുതിയിട്ട് ഒരു ചീത്തയിട്ട് നല്ല വേറെ എവിടെയോ ക്ലാസ് കൊണ്ടുപോയി നിർത്തി നോക്കേ. ഇനി അവസരം കിട്ടുമോ എന്നറിയില്ല നിങ്ങളെല്ലാവരും പേരൊന്നും കൂടി എഴുതാൻ. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾ 2 ആൺകുട്ടികളാണ്. 9ാം ക്ലാസ്സിലേക്കും ചെറിയ ആൾ 1ാം ക്ലാസ്സിലേക്കും. ഹസ്ബൻഡ് രജിസ്റ്റർ ഓഫീസിലാണ്, ചെറുപ്പ. ഇനി ആരെങ്കിലും രജിസ്റ്റർ മാരേജ് ഉണ്ടെങ്കിൽ എന്ന് പറയാൻ ആൾക്കാർ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. എൻ്റെ പേര് ദിമ്യ എന്നാണ്. എൻ്റെ വീട് പരിയങ്ങാടാണ്. കല്യാണം കഴിച്ച എരവന്നൂർ നരിക്കുനി ആ ഭാഗത്തേക്കാണ്. എനിക്കൊരു മോനാണുള്ളത്. ഇപ്പം 4ാം ക്ലാസ്സിലേക്കാണ്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഫോറൻസിക് ലാബിലാണ്. അത്രയേ ഉള്ളൂ. ഞാൻ മെഡിക്കൽ കോളേജിൽ ലാബ് ടെക്നീഷ്യനാണ്. എൻ്റെ പേര് ബബീന. എന്നെ കൊണ്ടുപോയത് ചേളന്നൂരേക്കാണ്. ഭർത്താവിന് ഇൻറ്റീരിയൽ വർക്കാണ്. 2 മക്കളാണ്. മൂത്താൾ 10ാം ക്ലാസ്, 2 2ാം ക്ലാസ്സിൽ. എൻ്റെ പേര് രാകേഷ് എന്നാണ്. വീട് ചെട്ടിക്കടവാണ്. പിന്നെ ഭാര്യ ഒരു മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ട് തലശ്ശേരിയാണ് വർക്ക് ചെയ്യുന്നത്. തലശ്ശേരി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ നാട്ടിൽ പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്, സൈഡായിട്ട് അങ്ങനെയൊക്കെ പോകണം. എൻ്റെ പേര് ബിജിഷ എന്നാണ്. ഞാൻ ആനക്കുഴിക്കരയാണ്. പിന്നെ 2 മക്കൾ, ഒരാൾ 10-ൽ, ഒരാൾ UKG. ഹസ്ബൻഡ് പ്രശോഭ് ബാങ്കിലെ കളക്ഷൻ ഏജൻറ്റാണ്. പോകാൻ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോണേ. ഞാൻ റിയാസ്, ഞാൻ 7 ഏലായിരുന്നു പഠിച്ചത്. എൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് കൂട്ടുകാരികളും കൂട്ടുകാരന്മാരോട് ഉണ്ട്. പ്രിൻസി, രമ്യ, ഇവരൊക്കെ. ബാക്കി ആരൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എൻ്റെ വീട് ജനതാ സ്റ്റോപ്പിലാണ്, പെരുവേൽ. മക്കൾ, വൈഫുണ്ട്. മക്കൾ 2 ആൾക്കാർ, 2 ആൺകുട്ടികളാണ്. ഒരാൾക്ക് 10 വയസ്സും ഒരാൾക്ക് 4 വയസ്സും. ഒരാൾ 5ാം ക്ലാസ്സിലേക്കാണ്, ഒരാൾ LKG UKGയിലേക്കാണ്. അത്ര സന്തോഷമായ കുടുംബജീവിതം. മാത്രമല്ല ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇങ്ങനൊരു കാഴ്ച നമ്മൾ കാണുമെന്ന് വിചാരിച്ചല്ല. ടീച്ചർമാരെയും കുട്ടികളെയും കൂടെ പഠിച്ച സ്റ്റുഡൻസിനെ കണ്ട് വളരെ സന്തോഷം. ദാറ്റ്സ് ഓൾ. താങ്ക് യു. അർമാൻ എന്ന് പറഞ്ഞാലും അറിയുള്ളൂ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ ഒരാളും അറിയില്ല. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കാറ്ററിങ്. അപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയ ഞാനാണ്, ബിരിയാണിയൊക്കെ. പിന്നെ 3 മക്കളുണ്ട്. എൻ്റെ മോന് +2 പഠിക്കുന്നത്. പിന്നെ മോള് 10ാം ക്ലാസ്സിൽ, പിന്നെ ഒരു മോൾ 8ാം ക്ലാസ്സിൽ. അത് ഞാൻ പറയില്ല. 18 പറയില്ല. അത് നിങ്ങൾ കണക്കൂട്ടാ. എന്നാ അങ്ങനെ ശരി. എൻ്റെ പേര് അമ്പിളി. ഞാൻ പരിയങ്ങാടാണ്. ആണ് സത്യം. പരിയങ്ങാടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കൊടശ്ശേരി താഴത്തേനി. ഇപ്പം ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡും 2 കുട്ടികളും ഉണ്ട്. മോൻ 10ാം ക്ലാസ്സിലും മോൾ 5ാം ക്ലാസ്സിലും. കൂടുതലൊന്നും പറയാനില്ല. ഓ, അടുത്ത സക്കീർ ഒന്ന് പറഞ്ഞ വേഗം നമുക്ക് പരിപാടി വയ്ക്കണം. എന്നാ എനിക്ക് വേണ്ട, ഞാൻ ക്യാൻസൽ ചെയ്തു. എൻ്റെ പേര് സക്കീർ. എന്നെ വല്ലാണ്ട് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 1988 പറയാ എന്താ പറയണ്ടേ? അല്ലല്ല, 27 വയസ്സായി എനിക്ക്. എനിക്ക് വാട്ടി കുട്ടിക്ക്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണം. അറിയാം, അതൊന്നും ഇവിടെ പറയണ്ട. അതായത് ഞാൻ കല്യാണം കഴിച്ചില്ല, പെണ്ണ് നോക്കണുള്ളൂ. കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല മക്കളുടെ. മോന് നോക്കുന്നുണ്ട്. എൻ്റെ പേര് സക്കീർ. എൻ്റെ കല്യാണം കഴിഞ്ഞ്, കല്യാണം കഴിച്ചത് മാത്രമെന്നാണ്. മാത്ര 2ാമത്തെ കല്യാണം. ഫസ്റ്റത്തെ ഒന്ന് ഒഴിവാക്കിയ 2ാമത്തെ കല്യാണം മാത്ര. 2 ആൺകുട്ടികളാണ്. പിന്നെ ചെറിയ മോൻ പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ ഇവിടെയാണ്, 6-7 ജയിച്ചിന്. വലിയ മോൻ പഠിക്കുന്നത് 10 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി എന്താ സ്ഥിതി എന്നറിയില്ല. ഇനിയിപ്പോൾ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇനി നമുക്ക് അടുത്ത ഒരു പാട്ട് പാടണം. നമസ്കാരം, എൻ്റെ പേര് വിജീഷ് എന്നാണ്. ഞാൻ ഗ്രൂപ്പിൽ അത്ര ആക്റ്റീവ് അല്ല. പാറമലാണ് സ്വദേശം. സുജിനേൻ്റെ ആങ്ങളെയാണ്. 2 ആളോടി ഒരുമിച്ചായിരുന്നു വരല്. വീട് പാറമ്മൽ, പെരുമണ്ണ പാറമ്മൽ. ഒരുവിധ ആൾക്കാർക്ക് 2 ആളോടി ഉള്ളതിനോട് ഓർമ്മ ഉണ്ടാവും. എനിക്ക് പ്രധാനമായും ക്ലാസ് റൂം അത്ര ഓർമ്മ കിട്ടില്ല. ഗ്രൗണ്ടാണ് പ്രധാനമായും ഓർമ്മ ഉള്ളത്. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. ഞാൻ ചേളാരിയാണ്, മലപ്പുറം ചേളാരിയാണ്. പിന്നെ 2 പേരാ മക്കൾ. ഒരാൾ +2, ഒരാൾ 8ലേക്ക്. ഹസ്ബൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും. ഞാൻ ആദ്യമായിട്ടാണ് മൈക്ക് പിടിക്കുന്നത്. എൻ്റെ പേര് ഷഫീഖ്. പിന്നെ 3 കുട്ടികൾ. ഞാൻ അവിടെ ചെറിയൊരു ബിസിനസ്സാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിച്ച അരീക്കോട് നിന്നാണ്. സ്ഥലം കുറ്റിക്കടവ്. അപ്പോൾ എല്ലാവരും ഒരു കയ്യടി. അവർക്ക് തിരക്കുള്ളതുകൊണ്ടാണ് ഒരു മൊമെൻറ്റം കൊടുക്കുകയാണ്. ഇത്ര തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേരാൻ കാണിച്ച മനസ്സിന് പ്രത്യേകം നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു. രജിൻ എന്നാണ് പേര്.
എത്ര പേർക്ക് എന്നെ ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മാതൃഭൂമി തൃശ്ശൂർ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. ഒരു ഭാര്യ, ഒരു മോൻ 1ാം ക്ലാസ്സിലേക്ക് ആവുകയാണ്. വീട് ചെട്ടിക്കടവാണ്. സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ആരാണ്? സുമിത്ത്. ഞാൻ സുജിത്ത്. ഇന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സുജിത്ത്. ഇന്നെ അറിയാത്ത ആരെങ്കിലും ഇല്ലയെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഒരുവിധം ഗ്രൂപ്പിലുള്ളത് കൊണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയാം. കല്യാണം കഴിച്ച മുതലാണോ? പെണ്ണ് കണ്ട വേണോ? വേണ്ട. ഞാൻ ഫസ്റ്റ് പെണ്ണ് കാണാൻ പോയിരുന്നു. ആ കുട്ടീനെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഞാൻ അതിന് ശേഷം ഒരു 10-70 പെണ്ണിനെ കാണാൻ പോയിന്. പക്ഷെ അതൊന്നും ശരിയായില്ല. ഓളെ കണ്ടതിന് ശേഷം അതിൽ നല്ല കിട്ടുമെന്ന് നോക്കിയതാ. ലാസ്റ്റ് അത് തന്നെ എടുക്കേണ്ടി വന്നില്ലേ? അതിനുശേഷം ഒരു 10 പെണ്ണ് പോയിരുന്നു. അതിനുശേഷം അവൾ തന്നെയാണ് കല്യാണം കഴിച്ചത്. ഫസ്റ്റ് പെണ്ണ് കണ്ടിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞേരെയാണ് അവൾ തന്നെ പെണ്ണ് കിട്ടി. ഇപ്പം 2 കുട്ടികളായി. കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോണ്. കോഴിക്കോടാണ് താമസം. കോഴിക്കോടാണ് നടക്കാവ്. ഓക്കെ. പിന്നെ എല്ലാവരും ഒരു ഭാര്യ എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും 2 ഭാര്യ ഉള്ളവരുണ്ടോ? ആരെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിലും ഒന്ന് അറിയിക്കണം. ഓലെ എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയാനാ. ഒന്നിനെ കൊണ്ട് തന്നെ നടക്കാൻ പറ്റില്ല അല്ലേ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമിത്ത് എന്നാണ്. ഞാൻ പെരിങ്ങളം ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് കല്ലേരി പെരുവയിലാണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഷേഡോ ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിട്ട് ഇപ്പോൾ വീട് ഇരിക്കുന്നത്. എന്ത് അതിപ്പോൾ പറയണം. ഞാൻ വിവാഹിതനാണ്. ഒരു മോനുണ്ട്. മോൻ ഇപ്പോൾ 4ാം ക്ലാസ്സിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ ഭാര്യ ബാങ്കിലാണ്. എല്ലാം ഒരേ ഫീൽഡ് തന്നെയാണ്. ലവ് മാരേജ് ഒന്നുമല്ല. അതിനുള്ള സമയം കിട്ടിയില്ല. അതാ വിളിച്ചും കൊണ്ട് കണ്ടു കേട്ടോ. എൻ്റെ പേര് ദിബിൻ. ഗ്രൂപ്പിൽ വന്ന സമയത്ത് ദിബിൻ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് മനസ്സിലായില്ല. എൻ്റെ ഫുള്ള് പേര് ദിബിൻ O സദാനന്ദൻ എന്നാണ്. അങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. പുണ്യ എൻ്റെ മോളെ പേരാണ്. ഞാൻ എല്ലാവരും പറഞ്ഞാൽ എനിക്കൊരു ഭാര്യ, ഒരു കുട്ടി. പെരുവ സ്കൂളിലാണ് 4ാം ക്ലാസ്സിൽ. അതുപോലെ Here we go, take your sorrow back aside. Do you know the pleasure I will guide you by? It's now and never much you decide. Come break a leg, you're fry and ride. In the உலகத்தில் உன்னை வெல்ல வீர யார்? நீ போடும் சட்டம் ஒரு வெற்றி பாடு. நெஞ்சிதில்லை ஏற்றி நீ வாழ்ந்து காட்டு. தடி போடும் சட்டம் அதை மாற்றி காட்டு. அடிச்ச ராகம் படிச்சு துள்ளம் கிடைச்ச சொர்க்கம் അറിഞ്ഞു കൂടാം. മതിച്ചിടുമ്പോൾ ഉതിർന്ന വീർപ്പിൽ പൊതിച്ചതെല്ലാം വിരിച്ചു നേടാം. ഇതാണല്ലോ തകിന്റെ താളം. ഇനിയോ തകതിന് മേളം മുഴുവൻ. ഉസ്താദ് തന്നു നമുക്ക് ചൂരൽ കൊണ്ട് ചൂടപ്പം.
എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ, തൊട്ടുമീട്ടുവാനുള്ള തന്ത്രികൾ പൊട്ടുമെന്ന പോലെ തൊട്ടടുത്തു നീ വന്നുവെങ്കിലും കൈ തൊടാഞ്ഞതെന്തേ. ലാളനങ്ങളിൽ മൂളുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ, ലാളനങ്ങളിൽ മൂളുവാൻ കൈതാളമിട്ടൊന്നു പാടുവാൻ എത്ര വട്ടമെൻ കാൽച്ചിലങ്കകൾ മെല്ലെ കൊഞ്ചിയെന്നു. എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. താങ്ക് യു. സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ്
ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുഴമുല്ല പൂവിരിഞ്ഞു. അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ
വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ അധരമൃത ജലശേഖരം നയനം മദന രുചിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരൂ പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം എന്തൊരാവേശം ഒന്നു പുൽക ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ കളഭ നദികളൊഴുകുന്നതോ കനകനിധികളുതിരുന്നതോ പനിമഴയോ പുലരൊളിയോ കാലഭേദമെഴുതിയൊരി കാവ്യസംഗീതം താരുണ്യം സ്വർണ്ണത്തെ കിണ്ണം അതിൽ വീഴും തേൻ വണ്ടു ഞാൻ നനയും തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ല പൂവിരിഞ്ഞു അതിലായിരമാശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്നിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്നിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീയേതാ പറയുമോ പേരെന്താ സ്നേഹമായി കൂടുമോ നാരിയായി ഞാൻ വരാം അഴകേ അഴകേ തളിരേ കുളിരേ അഴകേ അഴകേ തളിരേ കുളിരേ ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എന്നിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി
കണ്ട നിമിഷം മനസ്സിനുള്ളിൽ താളമായി നിന്റെ കൂടെ കഴിയാൻ ഉള്ളിലെന്നും ദാഹമായി നിന്നെ കണ്ണിനാൻ വിരുന്നു വന്നു പ്രാണനെ ഒന്നു കാണാൻ കൊതിയായി ഓടി വന്നതാണു ഞാൻ ഒരു കാലമെങ്കിലും ഒരു നേരമെങ്കിലും നീ കൂടെ ഇല്ലെങ്കിൽ എന്തൊരു കുളിരാ എന്നാശ തീർക്കാൻ എൻ മാറിൽ ചായാൻ നീ കൂടെ ഇല്ലെങ്കിൽ എന്തൊരു സുഖമാ ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എൻ മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി അന്നു തന്ന പൂക്കൾ ഹൃദയമുള്ളിൽ ചേർത്തു ഞാൻ ഇന്നും എൻ്റെ കൽവിൽ ചമഞ്ഞു നിന്ന ഊരിനി മുത്തുവീണ മഴയിൽ കാത്തിരുന്നു മോഹമായി എന്നും എൻ്റെ സ്വന്തമായി വരുമോ നീ കൂട്ടിനായി ജന്മാന്തരങ്ങൾ ജീവന്റെ ജീവന നീ കൂടെ ഇല്ലെങ്കിൽ എന്തൊരു കുളിരാ എൻ പ്രാണനാഥ എൻ ജീവസ്നേഹ പിരിയാതിരുന്നെങ്കിൽ എന്തൊരു സുഖമാ ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എൻ മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എൻ മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീ ഏതാ പറയുമോ പേരെന്താ സ്നേഹമായി കൂടുമോ നാരിയായി ഞാൻ വരാം പറയൂ പറയൂ ഇഷ്ടം പറയൂ ഈ കൽവിൻ്റെ സ്നേഹം അറിയൂ ചക്കര ചുണ്ടിൽ തേച്ചു വച്ചൊരു പുഞ്ചിരി എൻ മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി പ്രിൻസി എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. അതിൽ യാതൊരു
ഇതില്ല, അതിന് എക്സ്ക്യൂസ് ഇല്ല. എന്തായാലും കളിക്കണം, നിർബന്ധമാണ്. പൊന്നും മിന്നും പൂണാരും വേണ്ട പൊള്ളാച്ചി
തിരുവാംകോവിൽ കൊടിയേറാനായി നിറനിറച്ചോളം കൊയ്യാൻ നേരമായി കൊട്ടും പാട്ടും കുരവയും വേണം പട്ടുണ്ടേ മിന്നും മാവാനം പൂമയിൽ ചാത്താൻ ചെല്ലച്ചെമ്മാനച്ചെപ്പിലൊരു തിരി കുങ്കുമമുണ്ടേ കൊഞ്ചം കടമായി തരുമോ തരുമോ പൊന്നും മിന്നും പൂണാരം വേണ്ട പൊള്ളാച്ചി തേവരല്ലേ വായോ വായോ നീ എൻ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ മാട്ടു പൊങ്കലിൻ നെഞ്ചിലല്ലേ അരയാൽ കൊമ്പിൽ കുറുകും കുയിലേ മണിയറവാതിൽ ചാരാൻ നേരമായി അകിനിയും പാലായി കുതിരും നിലവേ കിഴക്കിനി മച്ചിൽ നിന്നും മാഞ്ഞുപോ കിന്നാരം ചൊല്ലാതെ കിണ്ടാണ്ടം കാട്ടാതെ ചുമ്മാ താരാനും ഏതാനും കണ്ടാൽ ഹൈ. ആരും മുത്താത്ത മുത്തണി മുന്തിരി പൊന്മണിതായോ നീ നിൻ ചുണ്ടത്തെ മധുരം തരുമോ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാരുങ്കടി വായോ വായോ നീ എൻ മാറിൽ ചായോ മഞ്ഞൾ പൂത്താലി തരാ നിന്റെ മാരനായി കൂടെ വരാ പൊന്നും മിന്നും പൂണാരം വേണ്ട പൊള്ളാച്ചി തേവരല്ലേ വായോ വായോ നീ മാറിൽ ചായോ മാർഗഴി മാസമല്ലേ മാട്ടു പൊങ്കലിൻ നെഞ്ചിലല്ലേ
നിന്നൊരാദിനങ്ങളിൽ അരികി വന്നു കുസുമകാന്തി ചേർന്നു നിന്നൊരാദിനങ്ങളിൽ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി.
വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുവസഹിത കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിത നരകാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മൃദുല മൃദുല തന്ത്രിയേന്തി ദേവാമൃതം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമസഹിത നദരകാന്തിയോ മലരിതളിൽ മണിശലഭം വീണുമയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി മലരിതളിൽ മണിശലഭം വീണുമയങ്ങി രതി നദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി നിറുമൻ പ്രാണനിൽ നീ ആശ തൻ തേനൊഴുക്കി നിറുമൻ പ്രാണനിൽ നീ ആശ തൻ തേനൊഴുക്കി പുളമുകുളമേന്തി രാഗവൃന്ദാവനം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമസഹിത നദരകാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തേ അരുമസഹിത നദരകാന്തിയോ. താങ്ക് യു താങ്ക് യു. പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ ഓം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രക്തധാതമം പ്രണവതാളത്തിലുണരും നിരാ
കൽപ്പയാമി. ഓം വായുവാത്മനാ ധൂപം കൽപ്പയാമി. സംക്രമം. കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം.
ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. ഒരു മിഴിയിതളിൽ ശുഭശകുനം, മറുമിഴിയിതളിൽ അപശകുനം. വിരൽ മുന തഴുകും നവരാഗമേ, വിരൽ മുന തഴുകും നവരാഗമേ. ഒരു ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. ഇനിയൊരു ശിശിരം തളിരിടുമോ, അതിലൊരു ഹൃദയം കതിരിടുമോ. കരളുകളുരുകും സംഗീതമേ, കരളുകളുരുകും സംഗീതമേ. വരൂ സംസം അമ്പലി നീതു രാജേഷ് കെ രജിൻ നീതു संदीप संदीप दिनेश दिनराज विनय पीके शकीर बीबी Dipsy. सजना राजेश लाइट एंड साउंड चित्ते चिजू दीपक सुजीत कुमार शमशीर निदा बनी अनूप दिनेश जसीरा ആരെങ്കിലും പേര് വെക്കാൻ കാര്യങ്ങൾ കൊണ്ടുവരിക മൊമെന്റ് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരിക അച്ഛൻ്റെ മൊമെന്റ് വെച്ചിട്ടാണ് നമുക്ക് ഷാലു
സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. അതേമാതിരി ഇവിടെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായ ടീച്ചേഴ്സിനും എല്ലാവർക്കും നമ്മുടെ കമ്മിറ്റിയുടെ പേരിലും നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികളുടെ പേരിലും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ എൻ്റെ ബെഞ്ച് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. അതിൽ പല സാഹചര്യങ്ങളിൽ, അതായത് വിദേശത്തായതിനാൽ, പ്രവാസികളായതിനാൽ ശരീരം കൊണ്ട് പങ്കെടുക്കാൻ കഴിയാതെ അവർ മനസ്സുകൊണ്ട് ഇവിടെ നമ്മുടെ വീഡിയോ കോളിലായാലും എല്ലാ സമയത്തും ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് സജീവമായി നിന്ന നമ്മുടെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്കുള്ള ഒരു മൊമെൻറ്റോ നമ്മൾ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർക്കും ചെയർമാനും ഇവിടെ നൽകുകയാണ്. അവർക്ക് വേണ്ടി സ്വീകരിക്കുവാൻ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ദിബിനെയും കൺവീനർ പ്രിൻസിയെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അനു ആൻ്റണി, നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം മാമച്ചൻ എന്നറിയപ്പെടുന്ന നമ്മുടെ അനു ആൻ്റണിക്ക് വേണ്ടിയുള്ള ഉപകാരം സ്വീകരിക്കുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറും ഉപകാരം സക്കീർ നൽകുകയാണ്. അടുത്തതായി ലിനീഷിന് വേണ്ടി ഉപഹാരം സമ്മാനിക്കുന്നതിന് ലത്തീഫിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സൗമ്യക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി നുസൈബയെ ക്ഷണിക്കുന്നു. നമ്മുടെ എൻ്റെ ബെഞ്ച് എന്ന നമ്മുടെ പരിപാടിയെ ഒരു പോസ്റ്റർ തയ്യാറാക്കി നൽകിയ നമ്മുടെ സൗമ്യയാണ്. സൗമ്യക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി നുസൈബയെ ക്ഷണിക്കുന്നു. ഷിബുവിനായുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി രാജേഷിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഷിബാസിനുള്ള സമ്മാനം ഉപഹാരം നൽകുന്നതിനായി അമ്പിളിയെ ക്ഷണിക്കുന്നു. അടുത്തതായി ഷമ്മി കുര്യനുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി സംസദിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ മുഹമ്മദ് ഷബീലിനുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി സന്ദീപിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അമീൻ നാഫിക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി സന്ദീപിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പ്രവീണിനുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി ജ്യോതിർലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി പ്രിയയ്ക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി ഷക്കീറിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി ജിൻഷയ്ക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി ഷിജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസവനുള്ള ഉപഹാരമാണ് നൽകുന്നതിന് വേണ്ടി വിജീഷിനെ ക്ഷണിക്കുന്നു. അടുത്തതായി അഭിമന്യുവിനുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി ലത്തീഫിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. റാസിക്കിനുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിനായി ജുനൈസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. കണ്ണുകളിൽ ഞാൻ കാണുന്നെന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കുന്നെന്റെ സ്വരം. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ.
ഒരു കാണാ